അശരണരുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രമായ പാലാ മരിയ സദനത്തിന് ഇത് അതിജീവനത്തിൻ്റെ ക്രിസ്മസാണ്. സാമ്പത്തിക ഞെരുക്കത്താൽ നട്ടം തിരിയുന്ന മരിയ സദനത്തെ പിടിച്ചു നിർത്താൻ ഇത്തവണ ഇവിടുത്തെ കുട്ടികൾ ചേർന്ന് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി വിളംബരം ചെയ്ത് നാടെങ്ങും ക്രിസ്മസിനെ വരവേൽക്കുമ്പോൾ തങ്ങളുടെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ വാങ്ങാൻ ആളുകളെത്തി മരിയ സദനത്തിൻ്റെ പ്രതിസന്ധികൾക്ക് ആശ്വാസം പകരണമെന്നുള്ള ആഗ്രഹമാണ് പ്രവർത്തകർക്കുള്ളത്. മരിയ സദനത്തിലെ അന്തേവാസികളായിട്ടുള്ള 50ഓളം കുട്ടികൾ ചേർന്നാണ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഇവിടുത്തെ കുട്ടികൾ. ഇവരെ സഹായിക്കാൻ മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫും കുടുംബവും മറ്റ് അന്തേവാസികളുമൊക്കെ ഒപ്പം കൂടി. കുറേയേറെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഒക്കെ വിൽക്കാൻ സാധിച്ചു. ഓരോ വീടുകൾക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് പലകയും തടിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന, അപ്പോൾ കൂടുതൽ വർഷങ്ങൾ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു താല്പര്യം. പിന്നെ ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം പഴയ കാലത്തൊക്കെ നമ്മൾ പുല്ല് പറിച്ച് പുൽക്കൂടുണ്ടാക്കുന്നു. അപ്പോൾ ഈ നക്ഷത്രമൊക്കെ ആണെങ്കിൽ ഈ പഴയ ഗ്ലാസ് പേപ്പറിനൊക്കെ ഉള്ളതായതുകൊണ്ട് ആൾക്കാരത് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയും പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ നക്ഷത്രങ്ങൾ പുൽക്കൂടുകളൊക്കെ നിർമ്മിക്കുന്നതുമാണ്. എല്ലാവരുടെയും സഹകരണത്തിനൊക്കെ പ്രത്യേകമായ നന്ദി. മരിയ സദനത്തിൻ്റെ പൂമുഖത്ത് വർണ്ണക്കടലാസുകൾ വലിച്ചു കെട്ടിയ മേലാപ്പിന് കീഴെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ മിഴി തുറന്നിരിക്കുകയാണ്. ആർക്കും വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ കുറഞ്ഞ വിലയിലാണ് ക്രിസ്മസ് അലങ്കാര വസ്തുക്കൾ വിൽക്കുന്നത്. അലങ്കാര വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് പൂച്ചട്ടികളിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാലം കഴിഞ്ഞാൽ ഇവ പൂച്ചട്ടിയായും ഉപയോഗിക്കാൻ കഴിയും. മരിയ സദനത്തിലെ അന്തേവാസികളുടെ ക്രിസ്മസ് ആഘോഷത്തിന് ആവശ്യമായ തുക കണ്ടെത്തുവാൻ ലക്ഷ്യമിട്ടാണ് അലങ്കാര വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നത്. കുട്ടികൾ തങ്ങളാലാവും വിധം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയായിരുന്നു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെ ഒരുക്കാനുള്ള വസ്തുക്കൾ പാലായിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ സൗജന്യമായി നൽകി. യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷത്തിന് സ്വന്തം അധ്വാനത്തിലൂടെ പണം കണ്ടെത്തുന്നതോടൊപ്പം കുറഞ്ഞ ചെലവിൽ ക്രിസ്മസ് പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമെല്ലാം വാങ്ങാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയും കൂടിയാണ് മരിയ സദനം പ്രവർത്തകർ.